ഇതിൻ്റെ അവസ്ഥ നോക്കിയത് വീണ്ടും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് ഇനി പാർട്സ് കിട്ടത്തില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഭയങ്കര സന്തോഷമായിട്ട് പോയ എനിക്ക് വീണ്ടും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ റോഹിത് മോട്ടോഴ്സിൽ നിന്ന് വിളിച്ചായിരുന്നു. അതായത് ഇവിടുത്തെ ആ ഒരു സ്കേർട്ടിംഗ് ഉണ്ടല്ലോ, ആ സ്കേർട്ടിംഗ് അഴിച്ച സമയത്ത് ഈ സൈഡിലത്തെ റണ്ണിങ് പാനൽ ഫുള്ള് തുരുമ്പ് പിടിച്ചേക്കുക. ഈ കണ്ടതാണ് റണ്ണിങ് പാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കി ഇതിൻ്റെ അവസ്ഥ നോക്കിയത്. ഇതാണ് അതിൻ്റെ റണ്ണിങ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റണ്ണിങ് ബോർഡ് നമ്മൾ ഇവിടെ ചോദിച്ചാൽ സ്റ്റോക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി ഇത് പണിയായല്ലോ, കാരണം സ്റ്റോക്ക് കിട്ടത്തില്ല, വീണ്ടും നമ്മൾ അടിച്ച് പണിയേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കൺസേണിലായിരുന്നു. അപ്പോഴാണ് ഇവർ പറഞ്ഞ് കുഴപ്പമില്ല, അവരത് കണ്ട് 2 സോഴ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പറഞ്ഞാൽ തൻ്റെ ഈ ഒരു സൈഡിലും സോഴ്സ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സൈഡിലും സോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഡ്രൈവ്. ഇത് നമ്മുടെ പാർട്ട് 3 ഓഫ് റീബിൽഡിങ് അവർ സെൻ കാർബൺ. അപ്പം നമ്മൾ ഏറ്റുമാനൂരുള്ള മാരുതിയുടെ ഓതറൈസ് സർവീസ് സെൻ്റർ ആയിട്ടുള്ള റോഹിത് മോട്ടോഴ്സിൽ കൊടുത്തേക്കുവാണ്. അവർക്ക് 2 സ്പേസ് ഉണ്ട്. ഒന്ന് നിങ്ങൾ കാണുന്ന പോലെ തെള്ളകത്തുള്ള വലിയൊരു മാരുതിയുടെ സർവീസ് സെൻ്റർ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള മൾട്ടി ബ്രാൻഡിൻ്റെ ഒരു ഷോറൂം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റുമാനൂരുകാർക്ക് അല്ലെങ്കിൽ കോട്ടയംകാർക്ക് അറിയായിരിക്കും, ഇവിടുത്തെ ഒരു ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ തന്നെ കപ്പയോ ഇതെന്തൊരു സ്പോഞ്ചൊക്കെ ഇരിക്കുന്നു, എന്താണോ ഫുൾ എലിയും, മൊത്തത്തിൽ പ്രശ്നമല്ലായിരുന്നു നമ്മുടെ കാർബൺ. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളിതിനെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് നിങ്ങൾ എപ്പിസോഡ് ഫോളോ ചെയ്യുന്നതിൻ്റെ കണ്ടിട്ട് കാണും. അതായത് ഫുള്ള് അതിൻ്റെ ചാസി, അതായത് ഞാൻ റോഡിൽ കിടക്കുന്ന പോലെയാണ് ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നത്. അപ്പോൾ പലരും പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ഇതാണ്ട് ഒറിജിനൽ പാർട്സുകൾ സോഴ്സ് ചെയ്ത് ഇവർ A to Z ഇത് റീബിൽഡ് ചെയ്ത്. എങ്ങനെ ഇവർക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇത് ഫുള്ള് പോയായിരുന്നു, അത് ഒറിജിനലാണ്. ഇവിടെ ഇത് ഒറിജിനലാണ്. ഇവിടെ ദാണ്ട് ഇരിക്കുന്നൊക്കെ നമ്മുടെ പാർട്സാണ്. ഇതൊക്കെയാണ് നമ്മുടെ പഴയ പാർട്സൊക്കെ ഇരിക്കുന്നത്. എൻജിൻ ദാണ്ട് കംപ്ലീറ്റ്ലി ഊരി വെച്ചിട്ടുണ്ട്. അവിടെ ദാണ്ട് കുറച്ച് ഓയിൽ ലീക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെറിയ വർക്കുകളാണ്, അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതായിരുന്നു. പക്ഷെ അതിനിപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിലുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്ട് ജൂബിൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പുള്ളി ക്യാമറയൊക്കെ എങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കംപ്ലീറ്റ്ലി ഒറിജിനൽ വെച്ചിട്ട് റീസ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർ അടിപൊളിയാണ്. കാരണം ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് ഇനി പാർട്സ് കിട്ടത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണെങ്കിലും A to Z ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫുൾ കൈയൊക്കെ ഇട്ടിട്ട് എന്തിനാണ് നിൽക്കുന്നത് പറഞ്ഞാൽ, ഇന്നിപ്പോൾ വീട്ടിൽ വണ്ടി ഒന്നുമില്ലായിരുന്നു. നല്ല നമ്മുടെ ടിയാഗോ എടുത്ത് പോയി, ബാക്കി വണ്ടിയിൽ എറണാകുളത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോയിൻ്റെ എടുത്ത് ബൈക്കിനാണ് വന്നത്. അപ്പോൾ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഫുൾ കൈയൊക്കെ ഇട്ടത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വന്നത് ദാണ്ട് ഈ ഒരു പാർട്സ് ഉണ്ടോ, ഈ സാധനം അതായത് നമ്മുടെ ചാസിയുടെ അറ്റത്തുനിന്ന് വരുന്നൊരു കണക്റ്റഡാണ്. ജോബിനെ കാണിച്ചിട്ട് ഒരു കണക്റ്റഡ് ചാസിയുടെ എൻഡെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ആ സാധനം നമ്മൾ ഒറിജിനൽ വെച്ചില്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റീനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത്. ഇപ്പോൾ വേണമെങ്കിൽ വേറെ ആൾ അടിച്ച് പണിത് വെക്കുമായിരുന്നു ഓർത്ത്. നമ്മൾ വളവൊക്കെ തിരിയുന്ന സമയത്ത് ആ സ്റ്റെബിലിറ്റീനെ അത് വളരെ രീതിയിൽ അഗ്രസീവായിട്ട് അഫക്റ്റ് ചെയ്യും. സെൻ കാർബണിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ അതുപോലെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുറച്ചൊരു അഗ്രസീവായിട്ട് നിൽക്കുന്നൊരു വെഹിക്കിളാണിത്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തകിടുണ്ടല്ലോ, അതായത് ഇതാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ, അതായത് നമ്മുടെ ആ ഫ്ലോർ ഇരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പോയത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുണ്ട് നിലത്ത് വീടും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇത്രയും കാണിച്ചു കൊടുത്തിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അല്ലെങ്കിൽ ഇത് വളരെ എക്സ്പെൻസീവ് പ്രോസസ്സുമാണ്. പക്ഷേ ഈ ഒരു പാട്ട് നമുക്ക് 10,000 രൂപയ്ക്ക് ഇവിടെ റോഹിത്തിൽ നിന്ന് കിട്ടി. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഓതറൈസ്ഡ് ഡീലർ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്ന ഈ ഫ്ലോറാണ്. അപ്പോൾ ഈ ഫ്ലോറാണ് അകത്തുനിന്ന് കാണുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അകത്തുനിന്നുള്ള ഷോട്ട്സ് കാണിച്ചു തരാം. അപ്പോൾ അകത്തുനിന്ന് കാണുന്ന ഫ്ലോറാണ് ഈ കാണുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ട് ഇപ്പോൾ തല്ലി പിടിച്ച് കുറച്ച് കളഞ്ഞിട്ടുണ്ട് ആ റണ്ണിങ് ബോർഡും, അത് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവൻ്റെ ഒരു ഫുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടിയും എല്ലാം കോൺസെപ്റ്റ്ലി കംപ്ലീറ്റ്ലി ഒരു പുതിയ കാർബൺ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ കാർബണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എന്താ പറയണ്ടത്, ഇത് കളയാന്ന് പറയുന്നത് ഒട്ടും ഫീസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം വെച്ചാൽ വളരെ റെയറാണ്. ഇന്ത്യയിൽ വെറും 300 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി കാർബൺ എന്നുള്ള മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു കാറിനോട് ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് കാണുമല്ലോ. ഇത് നോക്കി, ഇതാണ്. പിന്നെ വരുന്നതാണിത്, നമ്മുടെ ക്രോസ് മെമ്പർ എന്ന് പറയുന്നത്. അതായത് എഞ്ചിൻ ഇരിക്കുന്ന ആക്ച്വലി അതിലേക്കാണ്. അപ്പോൾ അതെൻ്റെ തുരുമ്പ് പിടിച്ച് പോയതുകൊണ്ടാണ് എഞ്ചിൻ നിങ്ങൾ ആദ്യത്തെ വീഡിയോക്കകത്ത് കണ്ട പോലെ കുറച്ച് താന്നിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ പാർട്സും നമുക്ക് ഒറിജിനൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒറിജിനൽ വേണ്ട, നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സൈഡിലത്തെ ഫ്ലോറുള്ള ജോബിനിങ് വന്നാൽ ഈ സൈഡിലത്തെ ഫ്ലോറിന് അത്ര പ്രശ്നമില്ല. അപ്പോൾ അത് നമ്മുടെ വെൽഡർ ചേട്ടൻ പ്രോപ്പറായിട്ട് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്തടത്തെല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് വെച്ചിട്ട് വണ്ടി ശരിക്കും കംപ്ലീറ്റ്ലി ഒരു പുത്തൻ വണ്ടി പോലെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള കുറേയധികം വണ്ടികൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള വെഹിക്കിൾസ് പലരും പറയും അത് ചെയ്യാൻ പറ്റത്തില്ല, ഒറിജിനൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റുമാനൂർ എറണാകുളം ഉള്ളവരാണെങ്കിൽ ഒരു പറയും വേണ്ട,
ധൈര്യമായിട്ട് നമ്മുടെ റോഹിത് മോട്ടോഴ്സിലേക്ക് പോരുക. മാരുതി ആണെങ്കിൽ മറ്റേ നമ്മുടെ തള്ളകത്തും ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഏത് വെഹിക്കിളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ദാണ്ട് ഇവിടെ കൊണ്ടുവരാം, ഈ ഏറ്റുമാനൂർ അമ്പലത്തിന് എവിടെയുള്ളിടത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് വർക്ക് വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം, അടുത്ത വർക്കിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് താത്തി ഇതിൻ്റെ ഇൻറ്റീരിയറോടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഫ്ലോറിങ്ങിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കഴിഞ്ഞ തവണത്തെ വീഡിയോക്കകത്ത് കണ്ടപ്പം ഇതുപോലെ അല്ലായിരുന്നല്ലോ. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ സൈഡത്തെ ഫ്ലോറ് മുഴുവൻ പുതിയൊരു ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിലത്ത് വീഴും എന്നുള്ളൊരു പേടി ഇനി വേണ്ട. അപ്പുറത്തെ സൈഡിൽ കണ്ട് കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ താഴെ കണ്ട ഫ്ലോറിങ്ങിൻ്റെ മറ്റൊരു പീസ് അവിടെ വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ വണ്ടി കണ്ടല്ലോ, വേറെ ഒരു പ്രശ്നമില്ല. കംപ്ലീറ്റ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പഴയ വർക്കാണ്, പക്ഷെ ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്, അഴിച്ചു പണിത്.